അടുത്തതായി ആശംസാ പ്രസംഗത്തിന് വേണ്ടി സുബൈർ കണ്ണൂർ, എക്സ് കേരള പ്രവാസി കമ്മീഷൻ അംഗം. സമയം വളരെ അതിക്രമിച്ചുകൊണ്ട് സ്റ്റേജിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളൊക്കെ സ്വാഗതം അറിയിച്ചതായി അറിയിക്കുന്നതോട് 2-3 ആൾക്കാരുടെ സ്വാഗത പ്രസംഗത്തോടു കൂടി ഈ ഒഫീഷ്യൽ പ്രോഗ്രാം ഇവിടെ അവസാനിക്കും. അടുത്തതായി സുബൈർ കണ്ണൂർ. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഈ പരിപാടി നിയന്ത്രിക്കുന്ന പ്രിയ സുഹൃത്ത് റഹീം പട്ല, അതുപോലെ തന്നെ സ്വാഗതം ആശംസിച്ച ഖലീൽ ആലമ്പാടി, എൻ്റെ സന്തത സഹചാരികളായ സാമൂഹ്യ മേഖലയിലെ നിറസാന്നിധ്യങ്ങളാണ്. ആരുടെയും പേര് പരാമർശിക്കുന്നില്ല. ഉദ്ഘാടകനായ ഫൈസൽ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. തീർച്ചയായും ബഹ്റൈൻ്റെ പൊതുപാരമ്പര്യത്തെ നിലനിർത്തുന്ന ഏകദേശം 5000 വർഷം സാംസ്കാരിക പൈതൃകം അവകാശപ്പെടുന്ന ബഹ്റൈൻ അതിൻ്റെ ശുദ്ധജല ശൃംഖല ദൈവമായി കണ്ടുകൊണ്ടാണ് ഈ നാട് ഉണർന്നത് തന്നെ. യാങ്കികൾ ഭരിക്കുന്ന കാലത്ത് ശുദ്ധജലമായിരുന്നു ദൈവം എന്നാണ് പൂർവികന്മാരായ ചരിത്രന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ അലയൊലിയാണ് കാസർഗോഡ് ജില്ലയിലെ പട്ലയിൽ നിന്നും ആലമ്പാടിയിൽ നിന്നും പുത്തൂരിൽ നിന്നൊക്കെ വന്ന നമ്മുടെ സഹപ്രവാസികളായ പൂർവികന്മാർ അതിൻ്റെ പൈതൃകം ഏറ്റെടുത്തത്. തോൾ സഞ്ചിയിലാക്കി ശുദ്ധജല വിതരണം നടത്തിയ ഒരു നാടിനെ ഇന്ന് വലിയ രീതിയിലുള്ള ദാഹജല ശമനത്തിന് വേണ്ടിയിട്ടുള്ള യത്നത്തിലാണ് നമ്മുടെ സഹോദരങ്ങൾ. അതിൻ്റെ കൂട്ടായ്മയെ സംബന്ധിച്ച് നമ്മുടെ ശംസുദ്ദീൻ വെള്ളിക്കുളങ്ങര ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. മലയാളികളെ സംബന്ധിച്ചിടത്തോളം എവിടെ ചേർന്നാലും കൂടിച്ചേരുക എന്ന അവരുടെ സ്വത്വം അംഗീകരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. 2ാം വാർഷികം ആഘോഷിക്കുമ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മനോഹരമായ ദിവസമാണ്. കാരണം ഈ സാഹോദര്യത്തെ, ഈ ഹൃദയബന്ധത്തെ, ഈ മതനിരപേക്ഷയെ നിലനിർത്താൻ നിങ്ങൾക്ക് എന്നും ആവണം. കാരണം സാധാരണഗതിയിൽ കൂട്ടായ്മ ഉണ്ടാവുകയും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ സാംസ്കാരിക സംഘടനകൾ പിളർന്ന് പോവാറില്ല. അവർക്കൊരു ആശയത്തിൻ്റെ പിൻബലത്തിലാണ് നമ്മളെല്ലാം അണിചേർന്നത്. എന്നാൽ ഇത്തരം കൂട്ടായ്മകൾ വരുമ്പം സ്വാഭാവികമായും പടലപ്പിണക്കങ്ങൾ വളരെ വേഗം വന്നുപെടാം. പക്ഷെ ആ പടലപ്പിണക്കങ്ങൾ വന്നുപെടാതെ കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത, അത് ഒരു വലിയ വിശാല ഹൃദയത്തോടു കൂടി ഇത്തരം കൂട്ടായ്മയെ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ കൂട്ടായ്മയുടെ പ്രസക്തി കൂടുതൽ നിങ്ങളുടെ പ്രവൃത്തി പുണ്യപ്രവർത്തികമാണെങ്കിൽ അത് ധാർമ്മികമായി തന്നെ നടത്തണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പങ്കെടുത്ത മുഴുവൻ ആളുകളെയും, എന്നെ ചുമതല ഏൽപ്പിച്ചത്, എന്നെ വരുമ്പോൾ തന്നെ ബഹ്റൈൻ പ്രതിഭയുടെ സെക്രട്ടറിയും പ്രസിഡന്റ് അവരെന്തോ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അവർക്ക് എത്താൻ കഴിയാത്തതിലുള്ള പ്രയാസവും അറിയിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. താങ്ക് യു മിസ്റ്റർ സുബൈർ കണ്ണൂർ.